നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. മാഡം പ്ലീസ് കരയാതെ മാഡം. അമ്മായി എന്നെ അച്ഛനെ കാണാൻ സമ്മതിച്ചില്ല. നേഴ്സ് പറഞ്ഞതാ വിസിറ്റേഴ്സ് അലൗഡ് ആണെന്ന്. അപ്പോ അമ്മായി കയറിപ്പോയി അച്ഛനോട് അനുവാദം ചോദിച്ചു. അച്ഛൻ എന്താ പറഞ്ഞെന്ന് എനിക്കറിയില്ല. പക്ഷെ അമ്മായി ഇറങ്ങി വന്ന് അച്ഛൻ എന്നെ കാണണ്ടെന്ന് പറഞ്ഞു. എനിക്ക് അച്ഛനെ കണ്ടേ പറ്റുമെന്ന് പറഞ്ഞ് കയറി കാണാൻ നോക്കി. പക്ഷെ അമ്മായി സമ്മതിച്ചില്ല. ഇങ്ങനൊരവസ്ഥയിൽ കിടന്നിട്ടും അച്ഛൻ എന്നെ കാണണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛൻ എന്നോട് എന്തുമാത്രം വെറുപ്പുണ്ടായിട്ടുണ്ടാവും. ഇനി എനിക്കെന്റെ അച്ഛനെ ഒരിക്കലും തിരിച്ചു കിട്ടില്ല രാജു. മാഡം ഇങ്ങനെ ഡൗൺ ആയി പോവില്ലേ? എല്ലാം പോസിറ്റീവായിട്ട് ചിന്തിച്ചാലാ ഓരോ കാര്യങ്ങളും പോസിറ്റീവായിട്ട് നടക്കുക. നെഗറ്റീവായിട്ട് ചിന്തിച്ചാ നെഗറ്റീവായിട്ട് നടക്കൂ. രാജുവിനറിയോ, ഞാൻ എന്ത് കാര്യം പോസിറ്റീവായിട്ട് ചിന്തിച്ചാലും അത് നെഗറ്റീവായിട്ട് മാത്രമേ നടക്കൂ. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ എന്റെ ചെറിയച്ഛൻ എന്നോട് പറഞ്ഞു, ടോപ്പ് മാർക്ക് മേടിച്ച ഞാൻ പറയുന്ന ഏതെങ്കിലും ഒരു കാര്യം സാധിച്ചു തരാന്ന്. ഞാൻ ആത്മാർത്ഥതയോടെ പഠിച്ചു, ടോപ്പ് മാർക്ക് വാങ്ങിച്ചു. അപ്പോ ചെറിയച്ഛൻ എന്നോട് ചോദിച്ചു, നിനക്ക് എന്താ വേണ്ടതെന്ന്. ഞാൻ ഒരേ ഒരു കാര്യം മാത്രമേ ചോദിച്ചുള്ളൂ, അച്ഛന്റെ കൂടെ ഒരു ദിവസം വേറൊരു തിരക്കും അച്ഛനില്ലാതെ എന്നോടൊപ്പം മാത്രമുള്ള ഒരു ദിവസം, ഒരു 1 ഡേ ട്രിപ്പ്. ചെറിയച്ഛനെന്ന് അച്ഛനെ പറഞ്ഞ് സമ്മതിപ്പിക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. ഒടുവിൽ അച്ഛൻ സമ്മതിച്ചു. രാജനറിയാമോ ഞാൻ എന്തുമാത്രം അന്ന് സന്തോഷിച്ചെന്ന്? കൂട്ടുകാരോടും അറിയാവുന്ന ആൾക്കാരോടെല്ലാം പറഞ്ഞു അച്ഛനും ഞാനും കൂടി ടൂർ പോവാന്ന്. പക്ഷെ ആ സന്തോഷം അധികം നീണ്ടു നിന്നില്ല. ടൂർ പോകുന്നതിന്റെ തലേ ദിവസം അച്ഛൻ പാർട്ടി മീറ്റിംഗിന് വേണ്ടി ഡൽഹിയിലേക്ക് പോയി. ഈ പറഞ്ഞ പോലെ തന്നെ എന്റെ ജീവിതത്തിൽ ഫുള്ള് നടക്കുന്നത്. ഒരുപാട് പോസിറ്റീവായി ചിന്തിക്കും, പ്രവർത്തിക്കും. പക്ഷെ അതിന്റെ റിസൾട്ട് ഒക്കെ നെഗറ്റീവ് ആയിരിക്കും. മാഡം എപ്പോഴും ഒരുപോലെ ആയിരിക്കില്ല, അത് വിട്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, മാഡത്തിന് വർമ്മ സാറിനെ കാണണോ? വേണം. മാഡം പെട്ടെന്ന് റെഡിയാവുക, നമുക്കിപ്പോ തന്നെ പോവാം. ശരി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.